ഞാൻ തരാൻ ഒരിടവും ബാക്കിയില്ല ചേച്ചി. വിഷമിക്കില്ല മോളെ, അവൻ ഇവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും. എന്തെയാണോ എനിക്ക് പിടിയില്ല. കുറച്ചൊക്കെ എടുത്തിട്ട് പോടാ, കുറെ നേരമായല്ലോ. എടാ നീങ്ങുവാ, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഒരു കാര്യം പറയണ്ട, ഞാൻ എല്ലാം അറിഞ്ഞു. നിന്നോട് ആര് പറഞ്ഞു? അവരെ വിളിച്ചു പറഞ്ഞോ? പിന്നെ ഫോൺ വിളിച്ചു പറഞ്ഞാണല്ലോ ഒരു മുങ്ങ. പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? നിങ്ങളത് വിട്, ഞാൻ അവിടെ പോയി നോക്കിയപ്പോ അവര്. നീ അങ്ങോട്ട് എപ്പോ പോയി? ഇപ്പോ നിങ്ങളോട് ഒരു 1000 തവണ പറഞ്ഞല്ലേ നാളെ രാവിലെ കൊടുത്താൽ മതി, രാവിലെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്തിനു ധൃതിയാണ്? നിങ്ങൾ എന്തിനാ അവർക്ക് ഇപ്പൊ തന്നെ കാശെടുത്ത് കൊടുക്കാൻ പോയത്? ഞാൻ ആ വെപ്പിന്റെ അവിടെ പോയി നോക്കുമ്പോ അവിടെ ആശാനെയും കാണാനില്ല, ശിഷ്യനെയും കാണാനില്ല. ഷിബു, നാളെ രാവിലെ ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും വേറെ ഇല വെക്കാം. രാവിലെ വരുമ്പോ എല്ലാവരും 2 ഇഡ്ഡലിയും 1 കപ്പ് സാമ്പാറും കൊണ്ടുവരട്ടെ. ഷിബു, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾക്കേ കാശിന്റെ വില അറിയില്ല, മനസ്സിലായ? അവന്മാരെവിടെയെങ്കിലും കള്ളും കുറിച്ച് ബോധമില്ലാതെ കിടക്കണ്ടാവും. ഞാൻ പോയിട്ടോണം വിളിച്ച് എഴുന്നേപ്പിച്ച് എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങളുടെ എത്ര നടക്കാത്ത കല്യാണത്തിന് തേങ്ങാടോ ഇഡലി സാമ്പാറും. കല്യാണം നടക്കില്ലാന്ന്? കല്യാണം നടക്കില്ലടാ. ഇങ്ങനെ കഷ്ടപ്പെട്ട് കൂട്ടണത് വെറുതെയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ചേച്ചി പറയണ? പ്രസാദേട്ടൻ. ഓ, നിങ്ങൾ കാര്യമൊന്നും പറഞ്ഞ് തൊലക്കണ്ട. എടാ, പ്രസാദേട്ടന്റെ കല്യാണം കഴിഞ്ഞു. അയാൾ ഏതോ പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി. ഇവിടെ ആരെങ്കിലും പറഞ്ഞ പറയണ്ടേ അപ്പൊ? അറിയില്ല. എന്തായാലും ആരും ഒന്നും അറിയണ്ട. നീയോ ആരോടും പറയണ്ട. പിന്നെ നമ്മളിപ്പോ ആരോടും പറഞ്ഞില്ലെങ്കിൽ നാളെ രാവിലെ എല്ലാവരും. ഒന്നും സംഭവിക്കില്ല, ആരും അറിയില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? അറിയാതെ പിന്നെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നീ ഒന്ന് കൂടെ നിൽക്കണം. എന്ത്? നിങ്ങൾക്ക് പ്രാന്താണ്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നാട്ടുകാർ വിജയിക്കും കല്യാണച്ചൊക്കെ ഒളിച്ചോടിപ്പോ നിങ്ങൾ പ്രാന്തായെന്ന്. എൻ്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ വലിയ പ്രശ്നമാവും. നിങ്ങൾ നാളെ എന്തൊക്കെ കാണിച്ചാലും നമ്മൾ നാണം കെടും. കാരണം കല്യാണച്ചക്കനില്ല. ഇത് ഇന്നിവിടെ അറിഞ്ഞാൽ ഇതോടെ ഈ പ്രശ്നം തീരും. ഇല്ലടാ, ഞാൻ പറയില്ല. ചത്താലും ഇന്ന് രാത്രി പറയില്ല. എന്താ പറയാത്തത്? അറിയില്ല. എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയണ്ട പറയണ്ട പറയണു. നിങ്ങൾ എന്തൊക്കെയാണ് അർച്ചന ചേച്ചി പറയണത്? ചേച്ചി വേറൊരു വഴിയില്ല, നമ്മൾ പെടും. നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയാനായിട്ടാണ്. നമ്മൾ പറയണം, പറഞ്ഞേ പറ്റൂ. ഞാൻ പറയാം, നീ പൊക്കോ. പക്ഷെ നീയായിട്ട് ഇതാരോടും പറയരുത്. പിന്നെ അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഞാനിപ്പോ അവനെ പോയി കൊന്നെ പൊന്ന. ഞാൻ പറയാം, നീ ടെൻഷൻ ആവണ്ട. ഞാൻ എങ്ങോട്ടെങ്കിലും പോട്ടെ. എടാ, എവിടെ പോയി കിടക്കുവായിരുന്നോ ശൂന്യാരം പിടിച്ചവനെ? ഞാൻ നിന്നെ എവിടെയെല്ലാം തിരക്കിയെന്നറിയോടാ? കേട്ടോ, ഞാൻ
നിങ്ങൾക്കറിയോ, ഇനി കല്യാണം നടക്കില്ല. ഇതിവിടെയുള്ള ആർക്കും അറിയില്ല. എൻ്റെ അച്ഛനമ്മയ്ക്കും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരാളുടെ കൂടെ ഞാൻ നന്നായി ജീവിച്ച് കാണണം. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഇല്ലാത്ത കാശുണ്ടാക്കി ഈ വീട് പുതുക്കി പണിതു, സ്വർണം വാങ്ങി. അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ജോലിന്നും പുറത്താക്കി. കോൺഫിഡൻസ് പോയി തകർന്ന് തൊലഞ്ഞിരിക്കുമ്പോ ഒരു കല്യാണാലോചന വന്നു. ഉറപ്പിച്ചു. പന്തൽ, സദ്യ, ഫോട്ടോ, വീഡിയോ, ആന, ചേന എല്ലാം റെഡിയാക്കി. അപ്പോഴോ കല്യാണച്ചക്കൻ വേറെ കല്യാണം കഴിച്ചു. എന്റെ സങ്കടം പോട്ടെ. അച്ഛൻ, അമ്മ, അവരുടെ അവസ്ഥ അയാൾ ആലോചിച്ചില്ല. ഇതുവരെ അവരുടെ സന്തോഷത്തിന് ഞാൻ എന്തൊക്കെ ചെയ്തു. ഇന്നത്തോടെ അതെല്ലാം തീർന്നു. എന്തായിരുന്നു ഇവിടെ? എന്താ ടീച്ചറെ? ഹാപ്പി മാരീഡ് ലൈഫ്. അതെ, ഞാനൊരു മനുഷ്യനാ, മനസ്സിലായ? നിങ്ങൾ ഞാൻ പറയാനുള്ളത് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് നീ കല്യാണം കഴിക്കേ, കാതുകുത്തി എന്തെങ്കിലും പോയി ചെയ്. നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ ജോലി പോയ ദിവസം? അന്ന് അനു വന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ട് രാത്രി ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഞാൻ കാരണം ഒരാളുടെ ജോലി പോയില്ലോ എന്ന് ആലോചിച്ചാലോ. അതെ, നിങ്ങൾ കാരണം അല്ല എന്റെ ജോലി പോയത്. അതെ, ഞാനൊന്ന് പറയട്ടെ, അതേണ്ടി ഇങ്ങോട്ട് പറ. എവിടെ അർച്ചൻ ടീച്ചർ ജോലി പോയി. ആ, ഞാൻ കാരണം ഒരാളുടെ ജോലി പോയല്ലോ എന്ന് ആലോചിച്ചാലോചിച്ച് അന്ന് രാത്രി എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആലോചിച്ചാലോചിച്ച് എനിക്കെപ്പോഴോ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വഴി കാത്തു നിൽക്കുക, പിന്നല്ല നടക്കാം അമ്മാതിരി പരിപാടിയൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞ് വീട്ടുകാരെയും കൂട്ടി നിന്റെ അടുത്തേക്ക് വരാനിരിക്കുമ്പോഴായിരുന്നു നിന്റെ കല്യാണമായി, നിശ്ചയം കഴിഞ്ഞു എന്നൊക്കെ ഞാൻ അറിയുന്നത്. ഈ കല്യാണം മുടങ്ങാൻ വേണ്ടി എന്തോരം വഴിപാട് കഴിച്ചെന്നറിയോ ഞാൻ? അല്ല, അതുവിട്. ഇന്നിപ്പോൾ നിന്റെ കല്യാണമായിരിക്കും, നീ കെട്ടിപ്പോവായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് പറയണം. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇത് പറയാൻ വേണ്ടി ഇതിനെയും കുട്ടി താരോടെ വന്നു. വേണു